എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരസ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും നിനക്ക് പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണോ, അല്ലാഹുവിനെ പേടിയുള്ളവനാകണോ, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള മനസ്സ് നിനക്കുണ്ടാകണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ദുനിയാവിലെയും ആഖിറത്തിലെയും അനന്തര ഫലങ്ങളെ കുറിച്ച് നീയൊന്ന് ചിന്തിക്കണേ. നിബിതങ്ങൾ അവിടെന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? ഈ ദുനിയാവിൽ നീ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാ അല്ലാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന ശിക്ഷ എന്താ, ആഖിറത്തിൽ തരുന്ന ശിക്ഷ എന്താ, ഇതിനെ കുറിച്ചുള്ള ബോധം നിനക്കുണ്ടാകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, പടച്ചവനെ, മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനും നിങ്ങളും പഠിച്ചവരാ. പടച്ചവനെ, നമുക്കറിയാ കള്ളു കുടിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. പടച്ചവനെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. പടച്ചവനെ, ഹറാമു തിന്നുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. വ്യഭിചരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. പടച്ചവനെ, മോഷണം നടത്തുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. ഓരോ കാര്യങ്ങളും ഞാനും നിങ്ങളും മദ്രസയിൽ മുതൽ പഠിച്ചവരാണ്. ചെയ്യുന്ന ശിക്ഷ, നീ ചെയ്യുന്ന പാപത്തിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും നല്ലതുപോലെ അറിയാം. നിസ്കരിക്കാത്തവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ, കള്ളു കുടിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ, വ്യഭിചരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ, ഹറാമു തിന്നുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ, അഹങ്കരിച്ചു നടക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ. പടച്ചവനെ, നമുക്കെല്ലാവരും പഠിച്ചവരാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. എന്നാ നീ ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, സഹോദരാ, കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ, വ്യഭിചരിക്കാൻ അവസരം കിട്ടുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഹദീസുകൾ നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ചെറുപ്പക്കാരാ, നബി തങ്ങൾ പറഞ്ഞു, ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കാത്ത വിഭാഗമാരാ, ഒരാളുടെ തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയ അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, കള്ളു കുടിക്കുന്നവന്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവന് കേവലം കള്ളു മാത്രമല്ല, പടച്ചവനെ, ബിയറാകട്ടെ, കഞ്ചാവാകട്ടെ, മയക്കുമരുന്നാകട്ടെ, പടച്ചവന് MDM ആവട്ടെ, ഏതാണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവൻ നരകത്തില, അവന് സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് നബിതങ്ങള് പറഞ്ഞതാണ്. നബിതങ്ങള് പറഞ്ഞതാണ്. അവൻ നാളെ പടച്ചറബിന്റെ പരലോകത്ത് കടന്നു വരുന്ന രംഗമേതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കോടാടി കോടാടി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ചറബിന്റെ പരലോകത്ത് അതാ ഒരുമിച്ച് നിൽക്കുമ്പോ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടിയിട്ട്, എടോ, പേ പിടിച്ച് നടക്കുന്ന നായുണ്ടല്ലോ, അതിന്റെ നാവിങ്ങനെ തൂക്കിയിട്ട് കൊണ്ട് നടക്കുകയാണ്. ആ പേപ്പട്ടിയെ പോലെ നാവിങ്ങനെ താഴ്ത്തിയിട്ടിട്ട് ഈള ഒലിപ്പിച്ചുകൊണ്ട് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ ഒരു മനുഷ്യൻ നാളെ പരലോകത്തേക്ക് കടന്നു വരികയാ. അവനെ കാണുമ്പോ ജനങ്ങൾ അറപ്പോടെ വെറുപ്പോടെ നോക്കുകയാ. അവനാരാണെന്നറിയോ? അവനാരാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, കള്ളു കുടിക്കുന്നവനെ നാളെ പരലോകത്ത് കൊണ്ടുവരുന്ന രംഗം എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, കള്ളുകുടിയനോട് നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. കള്ളു കുടിക്കുന്നവനുമായി നിങ്ങൾ ഒരു ബന്ധം സ്ഥാപിക്കരുത്, അവന്റെ കൂടെ നടക്കരുത്, അവന്റെ കൂടെ ഫ്രണ്ട്സ് ആകരുത്, അവന്റെ കൂടെ ഇരിക്കരുത്, അവനോട് സലാം പറയരുത്, അവന് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, അവന് ഭക്ഷണം കൊടുക്കരുത്, അവന് സാമ്പത്തികമായി സഹായിക്കരുത്, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കരുത്, അവന്റെ ജനാസ കൊണ്ടുവരുമ്പോ പുറകിൽ പോലും നടക്കാൻ പാടില്ല, അവന്റെ ചാരത്ത് പോലും കബറടക്കാൻ പാടില്ല. ഇതറിയാത്ത ആരാ ഉള്ളത്?
അറിയാത്ത ആരാവുള്ളത്? പടച്ചവനെ, കള്ളുകുടിയന്റെ ചുമലിൽ കൈയിട്ട് നടക്കുന്നവരില്ല, കള്ളുകുടിയന്റെ കൂടെ ഇരിക്കുന്നവരില്ല, കള്ളുകുടിയന്റെ കൂടെ താമസിക്കുന്നവരില്ല, കള്ളു കുടിക്കുന്ന ഫ്രണ്ടിന് കള്ളു വാങ്ങിച്ചു കൊടുക്കാൻ പടച്ചവനെ പൈസ കൊടുക്കുന്നവനില്ല, അവനെ സഹായിക്കുന്നവനില്ല. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, കള്ളു കുടിക്കുന്നവനുമായി യാതൊരു ബന്ധവും നിനക്ക് വേണ്ട. അവന്റെ ചാരത്ത് പോലും കബറടക്കരുതെന്നാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. പടച്ചവനെ, മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചെറിയ മകൻ അവിടെ നിന്ന് മരണപ്പെടുകയാ. ഒരു ചെറിയ കുഞ്ഞു മരണപ്പെട്ടു. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു. തന്റെ പൊന്നാര മകനെ വാപ്പ സ്വപ്നം കാണുകയാണ്. വാപ്പ സ്വപ്നം കാണുമ്പോ പൊന്നാര മകന്റെ മുടിയൊക്കെ നരച്ചിരിക്കുകയാ. ആ ചെറിയ ചെറിയ കുട്ടിയുടെ മുടി മുഴുവനും നരച്ചിരിക്കുകയാണ്. പിതാവ് ചോദിക്കുന്നു, മോനെ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഒരു മുടി പോലും നരച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിന്റെ മുടി നരച്ചത്? ആ സമയത്താണ് ആ പൊന്നുമോൻ പറഞ്ഞു, വാപ്പാ, എന്റെ ചാരത്ത് കിടക്കുന്നതൊരു കള്ളുകുടിയനാ, എന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നതൊരു കള്ളുകുടിയനാ. അവന്റെ കബറിലെ ശിക്ഷ കാരണം പേടിച്ചിട്ട് നരച്ചുപോയതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് കള്ളുമായി ബന്ധപ്പെട്ട വിഷയം. വ്യഭിചാരത്തെ കുറിച്ച് അറിയുമല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? ദീനെന്തേ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞത്, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ വസാഅ സബീലാ. ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുതെന്ന് അള്ളാന്റെ ഖുർആൻ പറയുകയാ. പടച്ചവനെ, വ്യഭിചാരമെന്ന് പറയുന്നത് ഒരാണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിന് മാത്രമല്ല. നിങ്ങൾ വ്യഭിചരിച്ചവരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വ്യഭിചരിച്ചവരാണെന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, എങ്കിലും വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്തെന്ന് നിനക്കറിയോ? വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നത്തെ യുവതലമുറയ്ക്കറിയുമോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ എന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ജനങ്ങളൊക്കെ പോയെന്ന് മനസ്സിലാകുമ്പോ അബൂ ഹുറൈറ തങ്ങൾക്ക് പ്രായമായി. അബൂ ഹുറൈറ തങ്ങൾക്ക് പ്രായമായി, വൃദ്ധനായി. ആ വൃദ്ധനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ. വ്യഭിചാരമെന്ന് പറയുന്ന പാപത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. പള്ളിക്കകത്തിരുന്ന് പ്രായം ചെന്ന വൃദ്ധനായ അബൂ ഹുറൈറ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കാണുകയാണ്, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കാണുകയാണ്. ചിരി വരികയാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ അവിടുന്ന് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, തങ്ങളെ, നിങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു, നിങ്ങൾക്ക് പ്രായമായില്ലേ, നിങ്ങൾ വൃദ്ധനായില്ലേ, നിങ്ങൾ വ്യഭിചരിക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ, നിങ്ങൾ പ്രായമായ മനുഷ്യനാണ്. ഒരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടണമെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ, പിന്നെ എന്തിനാണ് ദുആ ചെയ്യുന്നതെന്ന് അബൂ ഹുറൈറ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? സ്വഹാബാ, കണ്ണിന് വ്യഭിചാരമുണ്ട് സഹാബാ, കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന് വ്യഭിചാരമുണ്ട്. ഹറാമ് കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ,
ഹറാമ് കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ. പടച്ചവരെ, അബൂഹുറൈറ തങ്ങൾ പറയുകയാണ്, കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണിന്റെ ഹറാമാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ചെവി കൊണ്ട് കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദം, ഒരു പെണ്ണിന്റെ മോശമായ സംസാരം ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരമാണ്. നാവ് കൊണ്ട് പറയുന്നത് നാവിന്റെ വ്യഭിചാരമാണ്. കൈ കൊണ്ട് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണ്. കാലുകൊണ്ട് നടക്കുന്നത് കാലിന്റെ വ്യഭിചാരമാണ്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. പടച്ചവനെ, വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനത്തതാണ് ശാരീരികമായി ബന്ധപ്പെടുന്നത്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്നാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനതാ ഒരു പെണ്ണിന്റെ ശരീരം കണ്ടാസ്വദിച്ച, ഹറാമ് കണ്ടാസ്വദിച്ച, സിനിമ കാണുന്ന, ഫിലിം കാണുന്ന, മൊബൈലിനകത്ത് കൂടെ സെക്സ് വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിന്റെ കണ്ണിനകത്തേക്ക് ഈയ മുരുക്കി ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം എന്ന് പറയുന്ന ഭാഗം ഇതാണ്. വ്യഭിചരിക്കുന്നവന്, വിവാഹം കഴിച്ചവനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമം. ഞാനും നിങ്ങളും പഠിക്കേണ്ടവരാ. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ എടുത്തു കൊടുത്താലും, പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നതും പലിശയുടെ എഴുതുന്നത് വരെ പാപമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ആ പാപങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ നമുക്കറിയാം, ആഖിറത്തിൽ നമുക്ക് തരുന്ന ശിക്ഷ അറിയാം. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, സ്വഹാബാ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കണേ സഹാബാ. നബി തങ്ങൾ പറയുകയാ, നിങ്ങൾ കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ ആ കള്ളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നിന്റെ മനസ്സിലേക്കൊന്ന് കടന്നു വരട്ടെ. നീ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാതെ നിനക്ക് കടക്കാൻ പറ്റൂല. വ്യഭിചരിക്കാനുള്ള അവസരം കിട്ടുമ്പോ ഒരു കൂടെ പഠിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നത് പാപമല്ല എന്ന് പറയുന്ന യുവത്വമേ, ഒരു പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നത് കൈയുടെ വ്യഭിചാരമാ സഹോദരാ. ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാ പെങ്ങള്. അത് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ അല്ലാഹുവേ, അതിൽ നിന്ന് നിനക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, 3 പാപങ്ങൾ ചെയ്ത അവരുടെ ആയുസ് കുറയും സ്വഹാബാ. ആയുസ് കുറഞ്ഞു പോകുന്ന ചില പാപങ്ങളുണ്ട്. ആയുസ് കുറഞ്ഞു പോകുന്ന ചില പാപങ്ങളുണ്ട്. ഏത് പാപമാണ് ആയുസ് കുറച്ച് കളയുന്നതെന്നറിയോ? വ്യഭിചരിക്കുന്നവന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വ്യഭിചരിക്കുന്നവന്റെ ആയുസ് കുറയുകയാണ്. ഹറാം ഏത് വീട്ടിലാണോ ഉള്ളത്, പൈസ ഏത് വീട്ടിലാണോ ഉള്ളത്, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലാണോ ഉള്ളത്, ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്നാണ് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായി പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് നിനക്ക് പിന്മാറണോ? ഒരു എളുപ്പവഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ഒരു എളുപ്പവഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആരും കാണാതെ ഒരു തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം നിനക്ക് ഒരുങ്ങി കിട്ടി ചെറുപ്പക്കാരാ. ആ ഒരുങ്ങി കിട്ടുന്ന സമയത്ത് നീ തെറ്റ് ചെയ്യാൻ പോകുമ്പോ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ധൈര്യം എന്താ? ഉപ്പയറിയില്ലല്ലോ, ഉമ്മയറിയില്ലല്ലോ, കൂടപ്പറപ്പുകൾ അറിയില്ലല്ലോ, ഭർത്താവ് അറിയില്ലല്ലോ, ഭാര്യ അറിയില്ലല്ലോ, ഒരു മനുഷ്യനും അറിയില്ലല്ലോ. ഈ ധൈര്യം കൊണ്ടല്ലേ ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുന്നത്? എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നീ
നിന്റെ വീടിനകത്തിരുന്ന് രഹസ്യമായി ചെയ്താൽ, നീ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്തിരുന്ന് രഹസ്യമായി ചെയ്താൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയിരുന്നിട്ട് നീ രഹസ്യമായി ചെയ്താലും അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഈമാനുള്ളവരുണ്ടല്ലോ, സത്യവിശ്വാസികളുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരുടെ ഹൃദയത്തില് അല്ലാഹു നിന്നോട് ഒരു വെറുപ്പ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഒരു തെറ്റ് ചെയ്തു, നിങ്ങൾ ആരും അറിഞ്ഞില്ല, ഒരു മനുഷ്യനും അറിഞ്ഞില്ല ഞാൻ തെറ്റ് ചെയ്തത്, ഞാൻ ഇങ്ങനെ നടക്കുകയാണ് എങ്കിൽ അല്ലാഹു എനിക്ക് ദുനിയാവിൽ തരുന്ന ഒന്നാമത്തെ ശിക്ഷ, ഈമാനുള്ള സത്യവിശ്വാസികളായ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ എന്നോട് വെറുപ്പ് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി